കേരളത്തിലെ പ്രമുഖ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐക്ക് ഇനി പുതിയ നേതൃത്വം. സംഘടനയുടെ ചരിത്രത്തിലാദ്യമായി ഒരു വനിത സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടുവെന്ന ചരിത്രപരമായ തീരുമാനത്തോടെയാണ് തൃശൂരിൽ നടന്ന 16ാമത് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം സമാപിച്ചത്. മുൻ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സണും സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ചിന്ത ജെറോമിനെ സംസ്ഥാന പ്രസിഡന്റായും കല്യാശ്ശേരി എംഎൽഎയും മുൻ എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുമായ എം വിജിനെ പുതിയ സംസ്ഥാന സെക്രട്ടറിയായും സമ്മേളനം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ആലപ്പുഴയിൽ നിന്നുള്ള അഡ്വക്കേറ്റ് ആർ രാഹുലാണ് പുതിയ ട്രഷറർ. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എംപിയാണ് പ്രതിനിധി സമ്മേളനത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളുടെ പട്ടിക പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ മേയറും യുവനേതാവുമായ ആര്യ രാജേന്ദ്രനെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയെന്നതും ഈ സമ്മേളനത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ 92 അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 25 അംഗങ്ങളുമാണുള്ളത്. ആർ ശ്യാമ, വി അനൂപ്, മുഹമ്മദ് അഫ്സൽ, പി ഷബീർ, നിഖിൽ ബാബു എന്നിവരെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തു. ഗ്രീഷ്മ അജയ് ഘോഷ്, രജീവ് വെള്ളാട്ട്, ശ്യാം പ്രസാദ്, സച്ചിൻ ദേവ് എംഎൽഎ, കെ അനുശ്രീ എന്നിവരാണ് പുതിയ ജോയിന്റ് സെക്രട്ടറിമാർ. യുവജന പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നത് സിപിഎമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും സംഘടനാ തലപ്പത്തിലെ വലിയൊരു മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. കൊല്ലം സ്വദേശിയായ ഡോക്ടർ ചിന്ത ജെറോം അധ്യാപക ദമ്പതികളായ സി ജെറോമിന്റെയും എസ്റ്റർ ജെറോമിന്റെയും മകളാണ്. കൊല്ലം വിമല ഹൃദയ ഹയർ സെക്കൻഡറി സ്കൂൾ, ഫാത്തിമ മാതാ നാഷണൽ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ചിന്ത കർമ്മലറാണി ബി.എഡ് കോളേജിൽ നിന്നും ബി.എഡും കേരള സർവകലാശാലയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഗവേഷണം പൂർത്തിയാക്കി ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്. UGC നെറ്റും JRFും കരസ്ഥമാക്കിയവർ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നുവന്നത്. SFI കൊല്ലം ഏരിയ പ്രസിഡന്റ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കേന്ദ്ര കമ്മിറ്റി അംഗം, കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ എന്നീ നിലകളിൽ മികച്ച പ്രവർത്തനവും കാഴ്ചവെച്ചു. തുടർന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായും കേന്ദ്ര കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു വരികയായിരുന്നു. 2016 മുതൽ 2023 വരെ 2 ടേമുകളിലായി കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സണായി പ്രവർത്തിച്ച സമയത്ത് യൂത്ത് ബ്രിഗേഡ് പോലുള്ള മാതൃകാപരമായ നിരവധി പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം കൂടിയാണ് ചിന്ത CPMൽ. ചുംബന സമരം, ഇടതുപക്ഷം, ചങ്കില ചൈന, അതിശയപ്പത്ത് എന്നീ പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. കണ്ണൂർ എടാട്ട് സ്വദേശിയായ എം വിജിനാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി വരുന്നത്. TK ഭാസ്കരന്റെയും വസന്തയുടെയും മകനാണ്. പയ്യന്നൂർ കോളേജിൽ നിന്നും BSc ഫിസിക്സും കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്നും ഫിലോസഫിയിൽ PGയും നേടിയിട്ടുണ്ട്. ബാലസംഘത്തിനോട് സംഘടനാ പ്രവർത്തനം തുടങ്ങിയ വിജിൻ ബാലസംഘം സംസ്ഥാന സെക്രട്ടറി, SFI സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗവും CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. 2021 മുതൽ കല്യാശ്ശേരി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA കൂടിയാണ് ഇദ്ദേഹം.